ചെയ്യാൻ വയ്യായിരുന്നു. എന്റെ മോനെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു. എല്ലാവർക്കും നമസ്കാരം. പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം ഡിവോഴ്സ് കൂടുതലായിട്ട് ഇന്നത്തെ കാലത്തുള്ളത്. പണ്ടൊന്നും ഇങ്ങനെ ഇല്ല, അതുകൊണ്ട് അതാണ് പ്രശ്നമെന്ന് പറയുന്നവരോടാണ് ഈ ഡിവോഴ്സ് കൂടുതൽ എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ജോലിക്ക് പോകുന്നത് കൊണ്ടല്ല പെൺകുട്ടികൾ ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും പണ്ടത്തെ പെൺകുട്ടികൾ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അതിൻ്റെ മെയിൻ കാരണം ഒന്നാമത്തത് സാമ്പത്തികം. അതായത് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണ് ഒത്തുപോകുന്നില്ല എന്ന് അറിഞ്ഞിട്ടും കംപ്ലീറ്റ് തുടർന്ന് പോകുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തത്, ഇനി പോയാലും അത് കംപ്ലീറ്റ് ആ പെൺകുട്ടിയുടെ തലയിൽ മാത്രമാണ്. ഒന്നാമത്തെ സാമ്പത്തികമാണെങ്കിൽ രണ്ടാമത്തെ ആ പെൺകുട്ടിയുടെ തലയിൽ. നാട്ടുകാരും വീട്ടുകാരും പറയുന്ന അവൾക്ക് തിമിരാണ്, അവൾക്ക് അതുകൊണ്ടാണ്, അവൾക്ക് തിമിരെടുത്തിട്ട് കഴപ്പ് മൂത്തിട്ട് ഇറങ്ങി പോയതാണ് എന്ന് പച്ചയ്ക്ക് പറയും. അതേ പറയുള്ളൂ. അതിലിനി ആ പെൺകുട്ടിക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം ആകുമ്പോഴേക്ക് വേറെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ, ഡിവോഴ്സ് ആക്കിയിട്ട് വേറെ കല്യാണം കഴിക്കുകയും ചെയ്താൽ അവളെ അങ്ങോട്ട് ഒന്നും അല്ലാതാക്കി സംസാരിക്കും. മനസ്സിലായില്ലേ? പിന്നെ അതുകൊണ്ടാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തൊലഞ്ഞു പോട്ടെ വരുന്ന പെൺകുട്ടികൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ജോലി എടുക്കാൻ പറ്റും. പണ്ടത്തെ അവർക്ക് ആ മന്ദബുദ്ധി തരത്തിനും കൊണ്ട് മിണ്ടാതെ 18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു. അവർ അടിമക്കൂട്ടമായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിച്ചു ജോലി കിട്ടിയിട്ടേ നിങ്ങൾക്ക് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് പോയി. പക്ഷെ ഇപ്പോഴത്തെ അവർ ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, മക്കളുടെ ഭാവി. ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഭാഗത്തായ മക്കൾ എങ്ങനെ ജീവിക്കും? മക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. മക്കള് ഇഷ്ടമില്ലാതെ മക്കൾക്ക് അവസ്ഥ നോക്കിക്കേ, എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് പേര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ കാരണം സാമ്പത്തികം ഉണ്ട് കേട്ടോ. സാമ്പത്തികം ഇവർക്കൊന്നുമില്ല. അതായത് ആളുകൾ കാണുമ്പോൾ ഇവരെ എല്ലാം തികഞ്ഞ ആളുകളാണ്, പക്ഷെ മാനസിക പീഡനം ഈ പെൺകുട്ടി ഒരുപാട് ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ആർക്കും അറിയില്ല. അത് അവരുടെ അടുത്തുള്ള ബന്ധങ്ങൾക്കേ അറിയുള്ളൂ, എല്ലാവർക്കും അറിയണമെന്നില്ല. ഇനി കുടുംബക്കാരോട് പോലും പറയില്ല. പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അമ്മമാർ ഇപ്പോഴും ഉണ്ട് ലോകത്ത്. അതായത് എനിക്കിങ്ങനെ മാനസിക പീഡനമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കിവിടെ ഇല്ലാത്തത്? ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ആ ഭർത്താവിന്റെ ഇഷ്ടത്തിന് മാത്രമായിരിക്കും സിനിമയ്ക്ക് പോകാം. ചിലപ്പോൾ ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനുള്ള സിനിമയ്ക്ക് പോകാൻ പറ്റില്ലായിരിക്കും. ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകുള്ളൂ. ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയി വെച്ചാൽ ഇരിക്കുന്നു വയ്യ എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇതൊക്കെ എന്നും അനുഭവിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു പീഡനമാണ്. എന്നും നമ്മളിത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ കേൾക്കുമ്പോൾ മറ്റൊരാളുടെ കാര്യം നമുക്ക് പറയുമ്പോൾ നമുക്കൊരു കഥ മാത്രമാണ്, അതൊരു കഥയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഇവര് ആ വീട്ടിൽ കിടന്നിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ ആലോചിക്കണം. ഇപ്പോ ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ആൺകുട്ടികൾക്ക് ഇതുവരെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആൺകുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും പെൺകുട്ടികൾക്കാണ് സംഭവിക്കുന്നത് മാത്രം. മനസ്സിലായില്ലേ? പിന്നെ നാട്ടുകാർ പറയും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഒത്തുപോകാൻ പറ്റാത്ത നശിച്ച കുടുംബമാണ്, നശിച്ച ജീവിതമാണെന്ന് അറിഞ്ഞിട്ടും അവിടെ തുടർന്നു പോകുന്നത് ഈ 2, 3, 4 കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇനി വീട്ടിൽ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലമൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. അത് വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതിനെക്കാട്ടി അനുഭവിച്ച് വന്നതാണ്ടേ, നീ എന്തിനാണ്, ഇതൊക്കെ ഒരു അനുഭവമാണോ, ഞാൻ ഇതിനെക്കാട്ടി നിന്റെ അച്ഛൻ്റെ നിന്ന് അനുഭവിച്ചിട്ട് അടി കൊണ്ടിട്ടില്ല ഞാൻ ഈ വീട്ടിൽ വളർന്ന് നിങ്ങളെയൊക്കെ വളർത്തിയത്, നിങ്ങളെയൊക്കെ ഇരുത്തിയത്, നിങ്ങളെന്താ നീയൊക്കെ തരാൻ അനുഭവമാണോ, നിനക്കൊക്കെ നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന അമ്മയുണ്ട്. പെറ്റ അമ്മ, അങ്ങനത്തെ അമ്മമാരും ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവര് സഹിച്ച് ഇരുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ഇരിക്കാൻ സൗകര്യമില്ല. അങ്ങനെ ഇരിക്കേണ്ടെന്ന് തന്നെ ഞാനും പറയുള്ളൂ. എന്തിനാ അങ്ങനെ ഇരിക്കണം? അങ്ങനെ ഇരുന്നതിന്റെ ആവശ്യം എന്താ? കാരണം ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരാൾ മാത്രം ഫുൾ അഡ്ജസ്റ്റ്മെന്റിൽ, അതായത് ഒരാൾക്ക് മാത്രം ഫുൾ അഡ്ജസ്റ്റ്മെന്റ്, ഒരാൾ മാത്രം എന്ത് ചെയ്താലും അത് തെറ്റല്ല. കാരണം അവനാണ്, അവൻ ജോലിക്ക് പോകും, മദ്യപിച്ച് കഴിഞ്ഞാൽ അവൻ ഡെയിലി ജോലിക്ക് പോകുന്നില്ലേ, എന്നിട്ടല്ലേ മദ്യപിക്കുന്നത്. നിനക്കെന്താ? അവനൊരു സമാധാനം വേണ്ടേ, അവന് റിലാക്സ് വേണ്ടേ? ആ റിലാക്സേഷന് വേണ്ടി അവൻ ചെയ്യുന്നു. അതിനിപ്പോൾ എന്താ, നീ കുറച്ച് സമാധാനം കൊടുക്ക്. അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്. സ്വന്തം അമ്മമാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൺകുട്ടികൾ തകർന്ന് തരിപ്പണമാവും. ആ തരിപ്പണമാകുമ്പോൾ വേറെ വഴിയില്ല. സാമ്പത്തിക ഭദ്രതയുമില്ല. സാമ്പത്തികമായിട്ട് ബിഗ് സീറോ ആയിരിക്കും. ഒരു പീരീഡ്സ് ആയിട്ട് ഒരു പാഡ് മേടിക്കണമെങ്കിൽ കെട്ടിയതിൻ്റെ അടുത്ത് കൈ നീട്ടണം. ഒരു മൊബൈൽ റീചാർജ് ചെയ്യണം, കെട്ടിയതിൻ്റെ അടുത്ത് കൈ നീട്ടണം.
അപ്പം ഞാൻ അങ്ങനെയുള്ള ആൾ ഈ കുട്ടികളെയും കൊണ്ട് എവിടെ പോകും, എന്ത് ചെയ്യും, ഞാൻ എവിടെ പോയി ജീവിക്കും എന്നുള്ള ചിന്ത വരികയാണ്. ആ ചിന്ത വരുന്ന സമയത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് പണ്ടത്തെ കാലത്ത് എല്ലാം തേഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് തിമിരാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. തിമിരും മണ്ണാങ്കട്ടിയൊന്നും അല്ല.